ബൈചേട്ടൻ തగ్గടിച്ച് നമ്മൾ ഇരുത്തി കളയുന്നു. ഞാനിപ്പോ കുറച്ചാളായിട്ട് പരിപാടി നിർത്തിയിരിക്കുക. കാരണം നിങ്ങളെ പോലുള്ള കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്നു വാർത്ത എനിക്ക് കിട്ടി. പേടിയില്ല, ഇഷ്ടമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാറ്റിച്ച് കളയുമല്ലോ എന്നുള്ളൊരു പേടിയുണ്ട്. സിനിമയുടെ പ്രൊമോഷൻ ഒന്നും വരുമ്പോ അങ്ങനെയൊന്നും ചെയ്യില്ല. സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങളെ പോലുള്ള ആൾക്കാരെ വിജയിപ്പിക്കേണ്ടല്ലേ. അപ്പം ഇങ്ങനെ ഇൻ്റർവ്യൂവിനും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് നമ്മളെന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞാൽ അതൊരു സിനിമയെ ബാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബൈജു അങ്ങനെ പറഞ്ഞു. നമുക്ക് ബാക്കി കണ്ടിട്ട് വരാം. എന്നാലും ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ 1-2 പേർക്കൊക്കെ ഇട്ട് താഗ് കൊടുക്കുന്ന കണ്ടു. താങ് കൊടുക്കുന്നേ താങ്ങും തണലുമായി വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അപവാദം. പിന്നല്ല ബൈജു അങ്ങോട്ടും ഇങ്ങോട്ടും പോണവരെയൊക്കെ തക്കടിച്ചെന്ന് ചിലപ്പം ബൈജുവിനെല്ലാം പറഞ്ഞിട്ടായിരിക്കും ബൈജു പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഈ പുള്ളി പറഞ്ഞ പോലെ ചിലപ്പം ഒരു വീഡിയോ വൈറലാക്കാൻ വേണ്ടി മീഡിയക്കാരോരോന്നുണ്ടി ഉണ്ടാക്കിയതായിരിക്കാം. ബൈചേട്ടൻ ആരെങ്കിലും ഇതുവരെ സംസാരിച്ച് തോൽപ്പിച്ചിട്ടുണ്ടോ? ആരും അങ്ങനെ ഏറ്റുമുട്ടാൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അറിഞ്ഞൂടാ. നമ്മളെക്കാളും നല്ല തగ్గടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. റെഡിയാണോ? ഞാൻ ആ ഏരിയയിലേക്കില്ല. ജനിച്ച കാലം മുതലേ തగ్గടിക്കുന്ന ആളാ. സിനിമയിൽ തന്നെ 12ാമത്തെ വയസ്സിലും കണ്ട് സിനിമയിൽ തగ్గടിച്ചു തുടങ്ങിയതല്ലേ. പിന്നെ അന്ന് മുതലേ ആൾക്കാർക്ക് പേടിയായിരിക്കും ഏറ്റുമുട്ടാൻ. എന്റെ അമ്മോ എന്ന് പറയും. അതായത് ബൈജു പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കെതിരെ ആരും പ്രതികരിക്കാൻ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ തിരിച്ച് അതിൻ്റെ അപ്പുറം പറയുന്നത് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ബൈജു അങ്ങനെ പറഞ്ഞത്. പിന്നെ ബേസിൽ ജോസഫ് പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ 7 അയലത്തത്തില്ല ഞാൻ സംസാരിച്ചാൽ പോലും. അപ്പം ബേസിൽ ജോസഫും പറയുക എന്നെക്കാട്ടി എക്സ്പീരിയൻസ് ഉള്ള ആൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ശിശുവാണ് എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്.